നവജാത ശിശുപരിപാലനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി VPS ലേക്ഷോർ ആശുപത്രിയിലെ നിയോനാറ്റോളജി വിഭാഗം ഡോക്ടർ ഷാനു ചന്ദ്രൻ ആ വിഷയത്തിൽ സംസാരിക്കുകയാണ്. കേൾക്കണം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. മാസം തികഞ്ഞ് ജനിക്കുന്ന ടേം നോർമൽ ന്യൂബോൺസ് അവരുടെ മെജോറിറ്റി ടൈമും ഒരു ദിവസത്തിൻ്റെ ഒരു 80% ടൈമും ഉറക്കത്തിലായിരിക്കും. ഒരു 18 to 20 hours 18 മുതൽ 20 മണിക്കൂർ വരെ ദേ വിൽ ബി സ്ലീപ്പി, ഉറക്കമായിരിക്കും. അപ്പോൾ നമ്മൾ ഉണർത്തി കുഞ്ഞിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണർത്തി 2 മണിക്കൂർ ഇടവേളകളിൽ പാൽ കൊടുക്കേണ്ടതാണ്. ഒരമ്മയ്ക്ക് പാല് കൂടി, അതായത് ഒരു നല്ല രീതിയിൽ പാല് കൂടി വരാൻ 5 മുതൽ 7 ദിവസം വരെ എടുക്കാം. അപ്പോൾ ആദ്യ ദിവസമെല്ലാം ഫ്യൂ ഡ്രോപ്സ് പാലേ ബേബിക്ക് കാണത്തുമുള്ളൂ. അപ്പോൾ ഓരോ ഫീഡിനും കഴിഞ്ഞിട്ടും കുഞ്ഞ് ഉറക്കമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഫീഡിന് നമ്മൾ വിളിച്ചുണർത്തി 2 മണിക്കൂർ ഇടവേളകളിൽ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതാകുന്നു. പിന്നെ കുഞ്ഞ് ഒരുപാട് 4 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുകയും ഫീഡ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സാ സഹായം തേടേണ്ടതാണ്. കാരണം 4 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുമ്പോൾ കുഞ്ഞ് ഫാസ്റ്റിങ്ങിൽ പോവുകയും കുഞ്ഞിന് ഷുഗർ കുറയാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 4 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നു, ഫീഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു നിയോനറ്റോളജിസ്റ്റിൻ്റെയോ പീഡിയാട്രീഷ്യൻ്റെയോ സേവനം തേടേണ്ടതുമാകുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.